ടെന്നീസ് ഇട്ട് നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാം? ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് വരെയാണല്ലേ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ് എടുത്ത സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. മിസ് നെക്സ്റ്റ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഏതൊക്കെ തരത്തിലുണ്ട് അല്ലെ? ഫസ്റ്റ് വരുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഫസ്റ്റത്തത് ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്താണ് നോക്കിയേ? ഈസ് ദ ട്രെയിനിങ് given to new employees by the employer in order to help in adjustment to their new job and familiarize with their new work environment and the people who are working around them. എന്താണ് നമ്മൾ പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു പുതിയ എംപ്ലോയി അല്ലെ, ജോലിക്കാരന് അവരെ ആ ഒരു പുതിയ വർക്കുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ അവരുടെ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു വർക്ക് എൻവയോൺമെന്റിനെ പരിചയപ്പെടാനും അല്ലെ, ഫെമിലിയറൈസ് ചെയ്യാനും അവർക്ക് ചുറ്റുപാടും വർക്ക് ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരോട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊഴിലുടമ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിനെയാണ്, പരിശീലനത്തെയാണ് എന്ത് പറയുന്നത്? ട്രെയിനിങ്, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചില സെക്ഷനിലൊക്കെ വർക്കിന് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പ്രൊമോഷൻ പീരീഡ് ഒക്കെ തരാറുണ്ട് അല്ലെ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തിനു വേണ്ടി എന്താണ് പ്രൊമോഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ആ ഒരു വർക്കിനെ കുറിച്ച് നമ്മ പഠിക്കുകയാണ് അല്ലെ. നമ്മ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, ആ ഒരു വർക്ക് നമ്മ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് അല്ലെ. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മ ആ ഒരു വർക്ക് എൻവയോൺമെന്റിനെ പരിചയപ്പെടുന്നുണ്ടോ? ആ ഒരു പുതിയ വർക്ക് എൻവയോൺമെന്റിനെ പരിചയപ്പെടാനും നമുക്ക് ചുറ്റുമുള്ളവരെ അല്ലെ, നമ്മിപ്പോ ഒരു സ്റ്റാഫ് ആണെങ്കിൽ നമ്മുടെ മാനേജേഴ്സ് ഉണ്ടാവും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെയൊക്കെ മനസ്സിലാക്കുന്നതിനും വേണ്ടി നമ്മുടെ എംപ്ലോയർ, തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു ട്രെയിനിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ജോബ് ഓറിയന്റേഷൻ. എന്താണ്? ജോബ് അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ജോബ് ചിട്ടപ്പെടുത്തുക അല്ലെ. അപ്പൊ അതെന്തായിരിക്കും? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് an individual of his or her her roles, responsibilities and the relationship in the new work situation. ആ ഒരു പുതിയ വർക്ക് തൊഴിൽ സാഹചര്യത്തില് അവരുടെ ആ ഒരു ഇൻഡിവിജ്വലിന്റെ പങ്ക് എന്താണ് അല്ലെ, റോൾ എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവരുടെ റിലേഷൻ എങ്ങനെയാണ് അല്ലെ എന്നൊരു കാര്യങ്ങൾ അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകുന്ന പ്രോസസ്സുകളെയാണ് എന്ന് പറയുന്നത് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? It is a individualized training. ഇതെന്താണ്? ഒരു ഇൻഡിവിജ്വലൈസ്ഡ്, ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് അല്ലെ, വ്യക്തികൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്.
mean to get a newly hired employee more familiarized with their responsibilities. അല്ലെ, അവർക്ക് അവരുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങള് കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുതുതായി നിയമിതരായിട്ടുള്ള വ്യക്തികൾക്ക് നൽകുന്ന ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ. ാണോ? അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഉത്തരവാദിത്തങ്ങള്, അവർക്ക് ആ ഒരു ജോബ്സിലുള്ള അവരുടെ റോൾസ് എന്താണ്, അവരുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ബന്ധങ്ങള്, റിലേഷൻഷിപ്പ് അല്ലെ, അതൊക്കെ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി, അവർക്ക് അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്, പ്രക്രിയയാണ് ജോബ് ഓറിയന്റേഷൻ. അതിലെന്താണ് ആ പുതുതായി നിയമിതനായിട്ടുള്ള അല്ലെ, പുതുതായി നിയമിച്ചിട്ടുള്ള ആ ഒരു തൊഴിലാളിക്ക്, എംപ്ലോയീസിന് അവരുടെ റെസ്പോൺസിബിലിറ്റീസുമായി കൂടുതൽ പരിചയപ്പെടാൻ നൽകുന്ന ഒരു ഇൻഡിവിജ്വലൈസ്ഡ് അല്ലെ, വ്യക്തിഗതമായിട്ടുള്ള ഒരു ട്രെയിനിങ് പരിശീലന പ്രോഗ്രാമാണ് ജോബ് ഓറിയന്റേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. An education experience planned before to provide in the job setting and closely identified with the services in order to പേജ് പറഞ്ഞു കൊടുക്കോ? മിസ്സിന്റെ പേജ് നമ്പർ ഇല്ല, പേജ് പറഞ്ഞു കൊടുക്കുക ഒന്ന്. 30. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സോറി, എൻ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് അല്ലെ, എന്താണ് ഒരു എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആണല്ലേ, എങ്ങനെയുള്ള പ്ലാനഡ് ആയിട്ടുള്ള അല്ലെ, ആസൂത്രണം ചെയ്തിട്ടുള്ള, ബിഫോർ ടു പ്രൊവൈഡ് ഇൻ ദ ജോബ് സെറ്റിംഗ്സ് and closely identified with the services in order to help the person discharge his duties more effectively as a person and a worker. അല്ലെ, ഒരു വ്യക്തി എന്ന നിലയിലും ഒരു തൊഴിലാളി, ഒരു എംപ്ലോയി എന്ന നിലയിലും തന്റെ കടമകളില് കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി ജോലി സാഹചര്യങ്ങളിൽ നമ്മൾ നൽകുന്ന ഒരു പ്ലാനഡ് ആയിട്ടുള്ള, ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇൻ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ അറിയാം അല്ലെ, ആ ഒരു സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്താണ് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടാണ് അല്ലെ, ആണോ? അല്ലെ, പേരിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പേഴ്സൺ, ആസ് എ പേഴ്സൺ അല്ലെ, ഒരു വ്യക്തി എന്ന നിലയിലും ഒരു തൊഴിലാളി എന്ന നിലയിലും തന്റെ കടമകൾ അല്ലെ, എന്താണ്, നമ്മൊരു വ്യക്തിയാണ് എന്ന നിലയിലും നമ്മൊരു തൊഴിലാളിയാണ് എന്ന നിലയിൽ നമുക്ക് എന്തുണ്ട്, ആ ഒരു ഓർഗനൈസേഷനോടും ആ ഒരു കമ്പനിയോടും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ തന്റെ കടമകൾ കൂടുതൽ എഫക്റ്റീവായി അല്ലെ, കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാൻ സഹായിക്കുന്നതിന് നമ്മുടെ ജോലി സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെ, എന്താണ് അവർക്ക് നൽകുന്ന ഒരു പ്ലാനഡ് ആയിട്ടുള്ള, ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. Next, it is thus a planned instructional or training program given by an employee agency in the employment settings. അല്ലെ, എന്താണ് അതിനാല് തൊഴിൽ മേഖലയില് ഒരു ജീവനക്കാരന് ആ ഒരു ഏജൻസിനോട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു കമ്പനി അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷൻ നൽകുന്ന ഒരു ആസൂത്രിത നിർദ്ദേശം അല്ലെങ്കിൽ പരിശീലന പരിപാടിയാണ് എന്താ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കിട്ടാറുണ്ട് അല്ലെ. ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കിട്ടാറില്ലേ? ആ ഒരു ജോലിയെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കോച്ചിങ് തരാറുണ്ട് അല്ലെ. ഒരു സൂപ്പർവൈസറുടെ മേൽനോട്ടത്തിൽ നമുക്ക് അവിടെ തന്നെ വെച്ചുകൊണ്ട് കോച്ചിങ് തരാറുണ്ടോ? മോണിറ്ററിങ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ പ്രവർത്തനങ്ങൾ മോണിറ്ററിങ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു എഡ്യൂക്കേഷൻ ആണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഓക്കെ ആണോ?
അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കോച്ചിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അവര് നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി അവരത് തിരുത്തി തരുമോ, നമ്മളെ കുറച്ചും കൂടി അല്ലേ ബെറ്റർ ആക്കോ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, വൺ ടൈം പ്രോസസ് ആണോ? ഇപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. നമ്മ ജീവിതകാലം മുഴുവൻ നമ്മ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പഠിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളെ കുറിച്ച്, പുതിയ എക്സ്പീരിയൻസ് അല്ലെ. അപ്പൊ എന്താണ്, ഒരു ആള് ആർജിച്ചിട്ടുള്ള ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ അനുസൃതമായിട്ട് അവർക്ക് ലഭിക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റീസിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual has completed his basic education. അല്ലെ, അവരെന്താണ്, ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അവർക്ക് ലഭിക്കുന്ന അല്ലെ മറ്റ് ലേണിംഗ് ആ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റീസിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു നഴ്സിംഗ് ആ ഒരു കോഴ്സ്, BSc നഴ്സിംഗോ അതൊക്കെ കംപ്ലീറ്റ് ആയി അവര് ജോലിക്ക് കയറി, എന്നാൽ അവർക്ക് എന്ത് കിട്ടാറുണ്ട്, സെമിനാറുകൾ കിട്ടാറുണ്ട്, വർക്ക്ഷോപ്പുകൾ കിട്ടാറുണ്ട് അല്ലെ. ആണോ? ഉണ്ടോ? അപ്പൊ അതൊക്കെ എന്താണ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്, അവരെ ആ ഒരു ബേസിക് എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന അതർ എഡ്യൂക്കേഷൻസ് അല്ലേ. അപ്പൊ അതാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവരെ ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ അവര് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അല്ലെ, മുഴുവനാക്കിയതിന് ശേഷം അവർക്ക് ലഭിക്കുന്ന മറ്റ് ലേണിംഗ് ആക്ടിവിറ്റീസുകളെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പുകൾ ലഭിക്കുക, സെമിനാറിന് കണ്ടക്ട് ചെയ്യാൻ അല്ലെ, സെമിനാറിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുക, ഓൺലൈൻ കോഴ്സസുകൾ കിട്ടുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് planned learning experience beyond a basic nursing educational program. എന്താണ്, ഒരു അടിസ്ഥാന ബേസിക് എഡ്യൂക്കേഷൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് പുറമെ ആസൂത്രിതമായിട്ടുള്ള പ്ലാനഡ് ആയിട്ടുള്ള പഠനാനുഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നിങ്ങളിപ്പ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടാറുണ്ട് അല്ലെ. ഉണ്ടോ? ഇന്റേൺഷിപ്പിന് പോകാറുണ്ട്. അതെന്താണ്, നമ്മ ആ ഒരു ജോലി ലാസ്റ്റ് പോയിന്റോ ഒന്നുകൂടെ പറയാം കേട്ടോ. ലാസ്റ്റ് എന്താണ്, നമ്മ ആ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ റോൾസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലേ. ആണോ? പഠിക്കില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്, ജോബ് ഓറിയന്റേഷൻ ആയിട്ട് പറയാം അല്ലേ. നമ്മുടെ റോൾസ് എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് അല്ലേ. ക്ലിയർ ആണോ എല്ലാം? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പറയണം. ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് ആ ഒരു എന്താണ്, അവര് പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു പുതിയ ജോലിക്കാരന്, എംപ്ലോയീസിന് ആ ഒരു എന്താണ് പുതിയ സാഹചര്യങ്ങൾ അല്ലെ, പുതിയ ജോലിയെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ആ പുതിയ വർക്ക് എൻവയോൺമെന്റ് മനസ്സിലാക്കുന്നതിന്, അവർക്ക് പരിചയപ്പെടുന്നതിനും, അവരുടെ ചുറ്റും വർക്ക് ചെയ്യുന്ന ഒരുപാട് കൊളീഗ്സുകൾ വരുന്നുണ്ട് അല്ലെ, മാനേജേഴ്സ് വരുന്നുണ്ട്, അവരൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ചുറ്റും വർക്ക് ചെയ്യുന്നവരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ എംപ്ലോയർ, തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന ഒരു ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മ ഒരു പുതിയ ജോലിക്ക് ചെല്ലുന്ന സമയത്ത്, ജോയിൻ ചെയ്ത സമയത്ത് ആ ഒരു ഇൻഡിവിജ്വലിന്റെ ആ ജോലിയിലെ ഹിസ് ഓർ ഹർ അവരുടെ പങ്ക് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ റിലേഷൻഷിപ്പ് അല്ലെ, അവർ തൊഴിൽ സാഹചര്യത്തിൽ, വർക്ക് എൻവയോൺമെന്റില് അവരുമായി ബന്ധപ്പെടുന്ന ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് എന്താണ് അല്ലെ എന്നൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടി, അവർ പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകുന്ന ട്രെയിനിങ്ങുകളാണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ചിട്ടപ്പെടുത്തി കൊടുക്കുക. ഓക്കെ. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ. ഇപ്പൊ നഴ്സുമാരൊക്കെ ആണെങ്കിൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ആ ഒരു ബേസിക് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ലഭിക്കുന്ന മറ്റ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. എന്താണ്? അവർക്ക് സെമിനാറുകൾ കിട്ടുക, അല്ലെങ്കിൽ അവരെന്താണ് ഓൺലൈൻ കോഴ്സസുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുക. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇത് അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെ അടിസ്ഥാന നഴ്സിംഗ് വിദ്യാഭ്യാസ പരിപാടിക്ക് പുറമെ അല്ലെ അതിനപ്പുറം അവർക്ക് ലഭിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള പഠനാനുഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് എടുക്കട്ടെ? ക്ലിയർ അല്ലേത്? അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെ. നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റുള്ള അഡ്വാൻറ്റേജ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് അല്ലെ. ഇതാണ് നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അവരെന്ത് ചെയ്ത് പുതിയ ഒരു വർക്ക് സാഹചര്യങ്ങളെ കുറിച്ച്, അവർക്ക് ചുറ്റും വർക്ക് ചെയ്യുന്നവരെ കുറിച്ച്, അവരുടെ റോൾസുകൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലായില്ലേ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെ? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട്, സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉണ്ട് അല്ലേ? ആണോ? നോക്കിയേ, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമായിരുന്നോ? എങ്ങനെയായിരിക്കും അല്ലെ? ഒരുപാട് ടെൻഷൻസ് ഉണ്ടായില്ലേ നിങ്ങൾക്ക്? ഫസ്റ്റ് ഫീസ് ഒക്കെ അടച്ച സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായില്ലേ? എങ്ങനെയായിരിക്കും ഒരു ഓൺലൈൻ കോഴ്സ് അല്ലെ? ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുമോ അല്ലെ? അത് കഴിഞ്ഞിട്ട് നിഷാമിസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടി അല്ലെ? നിഷാമിസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടിയപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടി അല്ലേ? ആണോ? എങ്ങനെയായിരിക്കും ക്ലാസ് അല്ലെ? അപ്പൊ അതേപോലെ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ക്ലാസ്സിൽ കയറാൻ എന്താണ് ഒരു എനർജി കിട്ടിയില്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടിയില്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞപ്പോ കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയില്ലേ? അപ്പൊ അതെന്താ, അതേപോലെ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റുകൾ അല്ലെ, ട്രെയിനിങ്ങുകൾ നമ്മുടെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ചുറ്റുപാട് അല്ലെ, അവർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ക്ലൈമറ്റ് സൃഷ്ടിക്കാൻ കഴിയുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആശയവിനിമയ മാർഗങ്ങൾ തുറക്കാൻ സൗകര്യമൊരുക്കുന്നു അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ അവരുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ അവരുടെ മാനേജർ ആരാണ്, അവർക്കൊപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ? ആണോ? മനസ്സിലാകുന്നുണ്ട്. അതുവഴി ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവിടെ തുറക്കില്ലേ? അവർക്ക് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം അല്ലെ? ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസുകൾ, ഇപ്പൊ നമ്മ അവിടെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നമ്മ അവിടെ കയറി വർക്ക് ചെയ്ത് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോ എന്താണ്, നമുക്ക് കുറച്ചും കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലേ? അപ്പൊ
അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെ ആ ഒരു വർക്ക് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരു ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ തുറക്കാൻ സൗകര്യമൊരുക്കുന്നു. നെക്സ്റ്റ് പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജ് ടു വർക്കേഴ്സ്. എന്താണ് നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജസ് വിവരങ്ങള് നമ്മുടെ വർക്കേഴ്സിന്റെ ഇടയിൽ പാസ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ, വ്യാപിപ്പിക്കാൻ. ഇപ്പൊ നമ്മ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ തന്നു, നമ്മൾ അവരൊരു പ്രൊമോഷൻ പീരീഡിലേക്ക് ഇരുത്തി, അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ എംപ്ലോയീസിന്? അറിയാം അല്ലെ. അപ്പൊ എന്താണ് വർക്കേഴ്സിന്റെ ഇടയിൽ ആ ഒരു ഓർഗനൈസേഷണൽ മെസ്സേജസ് പാസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവര് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, പക്ഷെ പുതുതായി വരുന്ന ഫെസിലിറ്റീസ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് പണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 4 വർഷം മുമ്പ് ചെന്ന ഫെസിലിറ്റീസും ട്രീറ്റ്മെന്റുകളും മാത്രമാണോ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്? ആണോ? അല്ല അല്ലെ. ഒരുപാട് ഡെവലപ്മെന്റുകൾ വന്നിട്ടുണ്ട് അല്ലെ, മോഡേണൈസ്ഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? പുതുതായി കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒക്കെ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണോ? സ്റ്റാഫുകൾക്ക് അതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണോ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഒക്കെ വഴി സ്റ്റാഫുകൾക്ക് കൈമാറാൻ സാധിക്കുന്നുണ്ടോ? ഓരോ മാറ്റങ്ങളെ കുറിച്ച് അല്ലെ, ഓരോ മെസ്സേജസും അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് ECSS to knowledgeable colleagues through അല്ലെ. എന്താണ്? അറിവുള്ള സഹപ്രവർത്തകരിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം അല്ലെ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരില് ആരാണ് കൂടുതൽ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യുന്നവർ അല്ലെ. നമ്മുടെ ഡൗട്ട്സുകൾ ആരോട് ചോദിച്ചാലാണ് ഏറ്റവും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അറിവുള്ള കൊളീഗ്സിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാനായി ഈ ഒരു ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റുകളെ സഹായിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാം ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റും അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് സിമ്പിൾ ആണ്. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററുടെ സ്റ്റാഫ് ഡെവലപ്മെന്റില് അവരുടെ റോൾ, അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ അല്ലെ, അവരുടെ പങ്ക് എന്താണ്? ഫസ്റ്റ് പറയുന്നത് യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ അല്ലെ. നമ്മ ഒരു സ്ഥലത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തു, അതല്ലെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്തു തന്നു കഴിഞ്ഞാൽ നമ്മ എന്താണ് പുതിയ കഴിവുകളും പുതിയ ഇൻഫോർമേഷൻസ് ഒക്കെ ആയിരിക്കും അല്ലെ നമ്മ പഠിക്കുന്നത്. പുതിയ ജോലികളായിരിക്കും. ആണോ? ആണ്. അപ്പൊ അവര് എന്ത് ചെയ്യാ? ആ ഒരു പുതിയ എംപ്ലോയീസിന് അല്ലെ, ആ ഒരു ജോലിക്കാരന് ആ ഒരു പുതിയ കഴിവുകളും പുതിയ ഇൻഫോർമേഷൻസ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്സ് ഉപയോഗിക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് കേട്ടോ. നമുക്ക് റെഡിനെസ് ആക്കാം, ഒരു എംപ്ലോയീസിനെ റെഡി ആക്കാം അവരെ ജോലികൾ പഠിക്കുന്നതിന് വേണ്ടി, അവരുടെ പെർഫോമൻസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡി ആക്കാം. അവർക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ലേണിങ്ങുകൾ കൊടുക്കുക അല്ലെ. ഇപ്പൊ ആക്റ്റീവ് ലേണിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളുകളില് ഇപ്പൊ കൊടുക്കുന്നത് എന്താ? പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്നപ്പോ എങ്ങനെയായിരുന്നു? ജസ്റ്റ് ടീച്ചർ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കും, ബ്ലാക്ക് ബോർഡിൽ ഓരോ എഴുതി തരും, അല്ലെങ്കിൽ ടീച്ചർ ലെക്ചറിങ് മെത്തേഡിലൂടെ എന്തൊക്കെയോ പറയും, അത് നമ്മൾ പഠിക്കും. അങ്ങനെയായിരുന്നോ? നിങ്ങൾ പഠിച്ചപ്പോ അങ്ങനെയായിരുന്നു അല്ലെ. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണോ? അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അല്ലെ, അവര് ആക്റ്റീവായിട്ട് ഇന്ററാക്ഷനിലൂടെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടുള്ള ലേണിംഗ് പഠിപ്പിക്കുക. പിന്നെന്താണ്? ഇൻഡയറക്ഷൻ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കി പഠിപ്പിക്കുക അല്ലെ. എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? കഴിയോ? അവര് ഇല്ല അല്ലെ.
ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും, ചിലര് എന്താണ് എഴുതി പഠിക്കുന്നവരുണ്ടാവും, ചിലര് കേട്ട് പഠിക്കുന്നവരുണ്ടാവും അല്ലെ, ചിലര് കണ്ടുപഠിക്കുന്നവരുണ്ടാവും. ആണോ? അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ലേണിംഗ് പ്രിൻസിപ്പൾസ് യൂസ് ചെയ്ത് എന്താണ് നമ്മുടെ പുതിയ എംപ്ലോയീസിനെ പുതിയ സ്കില്ലുകളും പുതിയ ഇൻഫോർമേഷൻസും പഠിപ്പിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് യൂസസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ് അല്ലെ. എന്താണ് ടീച്ചിങ്? പുതിയ നല്ല രീതിയിലുള്ള അല്ലെ ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ, അവരുടെ കഴിവുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് എന്തെങ്കിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട കുറേ എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഉണ്ടോ? എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഉണ്ട്. അത് നമുക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുകയാണെങ്കിലോ എങ്ങനെയാണ്? നമ്മുടെ മെമ്മറിയിൽ അത് തങ്ങി നിൽക്കും അല്ലെ. ആണോ? മെമ്മറിയിൽ തങ്ങി നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള ടീച്ചിങ് ടെക്നിക്സുകള് അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലാർവയിൽ നിന്ന് അല്ലെ ബട്ടർഫ്ലൈ ഉണ്ടാവുന്നതൊക്കെ പഠിച്ചിട്ടില്ലേ? പ്യൂപ്പ അല്ലെ. അതിന്റെ ആ ഒരു സ്റ്റേജസ് അല്ലെ, എഗ്ഗിൽ നിന്ന് അല്ലെ, എഗ്ഗിൽ നിന്ന് ഓർമ്മയുണ്ടോ? അതൊക്കെ ഇപ്പൊ എന്താണ് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാം അല്ലെ. ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ, വിഷ്വലൈസ് ചെയ്ത് വീഡിയോ ആക്കി കാണിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് അവരുടെ മെമ്മറിയിൽ എന്നൊക്കെ നിലനിൽക്കും അല്ലെ. അവര് പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടുതൽ അവരുടെ മെമ്മറിയിൽ അത് തങ്ങി നിൽക്കോ? ബട്ടർഫ്ലൈ ഇങ്ങനെയാണ് അല്ലെ വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ടീച്ചിങ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ചിലപ്പോ നമ്മൾ പല യൂണിറ്റുകളാക്കി അല്ലെ പല ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടായിരിക്കും നമുക്കുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നത്. അപ്പൊ ഓരോ യൂണിറ്റിലും അവരുടെ ലേണിംഗ് നീഡ്സ് എന്താണ് അല്ലെ, അവർക്ക് ഏതൊക്കെ ഭാഗത്താണ് മനസ്സിലാക്കാൻ പോരായ്മ അല്ലെ, മനസ്സിലാക്കിയത് കുറവുള്ളത് അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ഇനി എന്തൊക്കെ കിട്ടാനുണ്ട്, കൂടുതലായിട്ട് അവർക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായി വിലയിരുത്തുക. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങളെ തന്നെ എന്താണ് ഒരു പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് ഒരു 5 ഗ്രൂപ്പായി തിരിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും അവർക്ക് ആവശ്യമായി വരുന്ന ലേണിംഗ് നീഡ്സുകൾ ഡിഫറൻസ് ആയിരിക്കും അല്ലേ. ചിലപ്പോ ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ മനസ്സിലാക്കിയത് കൂട്ടായിരിക്കില്ല സെക്കൻഡ് ഗ്രൂപ്പിലെ ആളുകൾ അത് മനസ്സിലാക്കുന്നത് അല്ലേ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ആണോ? അപ്പൊ ഓരോ യൂണിറ്റിന്റെയും ആ ഒരു ലേണിംഗ് നീഡ്സുകള് ആവശ്യകതകൾ മനസ്സിലാക്കാൻ അവരെ കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. എന്താണ് നമ്മുടെ ജീവനക്കാരുടെ സ്കില്ലുകളും അവരുടെ നോളജും അറിവും കുറവ് എവിടെയാണോ അല്ലെ, ഡെഫിസിറ്റ് ആ അപാകത ആ ഒരു അഭാവം എവിടെയാണോ എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുക. ഓക്കെയാണോ? റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നമ്മ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നഴ്സുമാരെ കാണാറുണ്ട് അല്ലെ, ഇല്ലേ? ഒരുപാട് നഴ്സുമാരെ കാണാറുണ്ട് അല്ലെ. ഇവരെല്ലാം ഒരേ പൊസിഷനിലുള്ളവരാണോ കാണുന്നത്? നഴ്സിംഗ് അസിസ്റ്റന്റുകൾ മാത്രമാണോ? അല്ല അല്ലെ, അവർക്ക് ഹെഡ് ഉണ്ട് അല്ലെ. അതേപോലെ ഡോക്ടേഴ്സിനുണ്ട് അല്ലെ. ഓവറോൾ ഡോക്ടേഴ്സിന് ഒരു ഹെഡ് ഉണ്ടായിരിക്കും ആണോ? അതിന് താഴെ വേറൊരാളുണ്ടായിരിക്കും, അതിന് താഴെ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ എന്തുണ്ട് നമ്മുടെ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ ഹൈറാർക്കി അല്ലെ, പോലെ തന്നെ എന്തുണ്ട് നമ്മുടെ നഴ്സുമാരുടെ ഇടയിലും അങ്ങനെ ഒരു ഹൈറാർക്കി, അവരുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഭരണം നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു ഹൈറാർക്കി
നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നോക്കാം. The nursing hierarchy and functions. The structure of organization determines the employee behavior through the effect of role, power, status, responsibility, authority and communication. ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ നിർണ്ണയിക്കുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ ബിഹേവിയർ ആണ് അല്ലെ. അല്ലെ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫുകള് നമ്മളെ നല്ല രീതിയിൽ പെരുമാറിയില്ല, നമ്മളോട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ നമ്മ പിന്നെ അവിടെ പോവോ? ആത്മാർത്ഥമായിട്ട് പോവോ? ഇല്ല അല്ലേ. നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരു ഹോസ്പിറ്റലാണോ ഉള്ളത്, നമ്മുടെ ലൊക്കേഷനിലൊക്കെ ലൊക്കാലിറ്റിയിൽ ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇപ്പൊ എന്താണ് അല്ല അല്ലെ, ഒരു കോമ്പറ്റീഷൻ പോലെയാണ് അല്ലെ ഹോസ്പിറ്റലുകള്. ആണോ? പുതിയ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ നോക്കുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുവരാൻ നോക്കുന്നു, പുതിയ സർവീസുകൾ ആഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ഘടനയെ, സ്ട്രക്ചറിനെ നിർണ്ണയിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടുത്തെ എംപ്ലോയീസിന്റെ ബിഹേവിയർ ആണ്. ഈ ഒരു എംപ്ലോയീസിനെ നയിക്കുന്നത് എന്താണ്? അവരുടെ റോള് അല്ലെ, അവരുടെ പങ്ക് എന്താണ്, അവരുടെ പവർ എന്താണ്, അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ ഉത്തരവാദിത്തങ്ങള്, അവരുടെ അധികാരം, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണോ അവരുടെ ഒരു ബിഹേവിയറിനെ നയിക്കുന്നത് അല്ലെ? ആണ് അല്ലെ? ഓക്കെ ആണോ? അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ അധികാരം, അവരുടെ പദ്ധതി, അവരുടെ ഉത്തരവാദിത്വം, അവരുടെ അധികാരം അല്ലെ, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, അതൊക്കെയാണ് അവരുടെ എംപ്ലോയീസിന്റെ ബിഹേവിയറിനെ നയിക്കുന്നത്. ഇപ്പൊ നമ്മ പറയാറുണ്ട്, ചിലരെ കാണുമ്പോ അടിപൊളിയാണ് അല്ലെ, എന്താ ക്യാരക്ടർ എന്ന് പറയാറുണ്ടോ? ജെന്റിൽമാൻ ആണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് നമ്മ പറയുന്നത്? അവരൊരു കമ്മ്യൂണിക്കേഷനും അവരുടെ ആ ഒരു സ്റ്റാറ്റസും പവറൊക്കെ കണ്ടിട്ടാണ് അല്ലെ, ഒരു ആളുകളോട് പെരുമാറുന്നുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ആ ഒരു എംപ്ലോയിയുടെ ബിഹേവിയറിനെ എന്തൊക്കെ ബാധിക്കുന്നുണ്ട്? അവരുടെ റോള്, അവരുടെ പവർ, സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. Nursing is large department in every hospital, hence it has a hierarchy as doctor do അല്ലെ. എന്താണ് നമ്മുടെ നഴ്സിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഹൈറാർക്കി പോലെ തന്നെ, സ്റ്റുഡന്റ് പോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ നഴ്സുമാർക്കും ഹോസ്പിറ്റലില് ഒരു ഹൈറാർക്കി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ ആണോ? And it is necessary to understand different nursing classification അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, ആവശ്യമാണ്. നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നഴ്സിംഗ് ഹൈറാർക്കിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഹു ഈസ് ദി ഹെഡ് ഓഫ് ദി നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരെ. ഓക്കെ, ഫസ്റ്റത്തത് ഹെഡ് ആയിട്ട് വരുന്നത് ആരാ? നഴ്സിംഗ് ഡയറക്ടർ ആണ്. നഴ്സിംഗ് ഡയറക്ടറുടെ അണ്ടറിൽ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, നമ്മ മലയാളത്തിൽ സൂപ്രണ്ട് എന്ന് പറയാറില്ലേ, നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയാറില്ലേ, ആൾ തന്നെയാണ് കേട്ടോ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അതിന്റെ ആളുടെ അടിയിലാണ്, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ അടിയില നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് സൂപ്പർവൈസറുടെ അണ്ടറിൽ നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് ഇൻചാർജിന്റെ അണ്ടറിൽ സ്റ്റാഫ് നഴ്സസ്, സ്റ്റാഫ് നഴ്സിന്റെ അണ്ടറിൽ നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ ആളുകളെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് നഴ്സിംഗ് ഡയറക്ടർ അല്ലെ. നഴ്സിംഗ് ഡയറക്ടർ ആരാണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് എ നഴ്സിംഗ് ഡയറക്ടർ who provides direction to the nursing staff and coordinate health services. എന്താണ് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്? നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന അല്ലെ,
നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും നിർദ്ദേശങ്ങൾ നൽകുന്നതും കൂടാതെ ഹെൽത്ത് കെയർ സർവീസുകളെ ഏകോപിപ്പിക്കുന്നതും ആയിട്ടുള്ള ഒരു പേഴ്സണെ, ഒരു അധികാരിയാണ് നമ്മൾ എന്ത് പറയുന്നത്, നഴ്സിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ആളായിരിക്കും ആളുടെ നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിനെയും നഴ്സിംഗ് സൂപ്പർവൈസറെയും നഴ്സിംഗ് ഇൻചാർജിനെയും സ്റ്റാഫ് നഴ്സിനെയും നഴ്സിംഗ് അസിസ്റ്റന്റിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഹെഡായിട്ട് വരുന്നത് നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. ഓക്കെ ആണോ? നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് വേണ്ട ഡയറക്ഷൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും നമ്മുടെ ഹെൽത്ത് സർവീസുകൾ നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് സർവീസുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ, ട്രീറ്റ്മെന്റ്, കെയേഴ്സ്, ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് സർവീസസ് കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് their duties consist of supervising all nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. അല്ലെ, എന്താണ് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ നമ്മുടെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവിഷൻ നടത്തുന്നുണ്ട് അല്ലെ, മേൽനോട്ടം നടത്തുകയും പിന്നെ എന്താണ് നമ്മുടെ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ് അല്ലെ, രോഗി പരിചരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുകയും ലുക്കിംഗ് ചെയ്യുകയും കൂടാതെ അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻസുകൾ നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രോഗികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, നമ്മുടെ നഴ്സിംഗ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് അനുവദിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസുകളും നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ ആണോ? നമ്മുടെ രോഗി പരിചരണം എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക മാത്രമല്ല രോഗി പരിചരണം അതുപോലെ തന്നെ നമ്മുടെ രോഗികളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസുകളും നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് at minimum they require co-workers for bachelor degree in nursing along with at least 10 years experience in deemed firms. അല്ലെ, ഈ ഒരു നഴ്സിംഗ് ഡയറക്ടർക്ക് എന്തായിരിക്കണം? അവര് ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആയിരിക്കണം. കൂടാതെ ആ ഒരു ഡീംഡ് ഫേംസിൽ അതായത് അവര് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അവർ ആ ഒരു പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്ര 10 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഓക്കെ ആണോ? ആ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർക്ക് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ ഒരു അവർ ചെയ്യുന്ന ആ ഒരു വർക്കിങ്ങുമായി ബന്ധപ്പെട്ട് 10 year എക്സ്പീരിയൻസ് ഒക്കെയാണോ അത്? നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടീസും അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ ജോലികളും എന്തൊക്കെയാണ് അല്ലെ? ഫസ്റ്റ് വരുന്നത് ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, നമ്മുടെ മറ്റ് എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും എന്താണ് മേൽനോട്ടവും അവരുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും നേരിട്ട് നടത്തുക അല്ലെ. ഡയറക്റ്റ് എന്താണ് എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളുടെയും എന്താണ് പ്രവർത്തനങ്ങളിലും അവരുടെ മേൽനോട്ടവും അവരെ വിലയിരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ, എന്താണ് സ്റ്റാഫിംഗ് നടപടിക്രമങ്ങൾ അല്ലെ, നമ്മുടെ നഴ്സുമാര് ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ അവരെ നയിക്കാൻ അല്ലെ, അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കുക അല്ലെ, മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ആണ്. നെക്സ്റ്റ് പറയുന്നത് ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ഫോർത്ത് എൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് അനുയോജ്യമായ ദീർഘകാല ഗോള് സെറ്റ് ചെയ്യേണ്ടതും. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ, ആണോ? കാഷ്വാലിറ്റി ഉണ്ട് അല്ലെ, ICU ഉണ്ട്, പിന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പഠിച്ചില്ലേ നമ്മ? ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞോ
എല്ലാ ടീച്ചേഴ്സിന്റെയും ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞോ? നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് അല്ലേ? 4ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ എല്ലാവർക്കും? ശ്രദ്ധിക്കട്ടെ. നെക്സ്റ്റ്, arrange and coordinate admission, nursing and patient care procedures. അല്ലെ, എന്താണ് നമ്മുടെ അഡ്മിഷന്റെ സമയത്തുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് അല്ലെ, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. അപ്പൊ അതിന് വേണ്ട അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും കോർഡിനേഷൻ ചെയ്യുകയും കൂടാതെ എന്താണ് നമ്മുടെ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ് അല്ലെ, നമ്മുടെ പേഷ്യന്റ് കെയർ രോഗി പരിചരണവും നഴ്സിംഗ് കെയർ പ്രൊസീജിയേഴ്സും ഏകോപിപ്പിക്കേണ്ടതും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതും നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സെറ്റിൽ ഇഷ്യൂ ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസ് സെറ്റിൽ ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഇപ്പൊ ഫാർമസിയിൽ നിന്ന് മരുന്ന് മാറിക്കൊടുത്തു, അതല്ലെങ്കിൽ എന്താണ് ഡോക്ടറുടെ സേവനം കറക്റ്റ് സമയത്ത് അവർക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകളുടെ സേവനം ലഭിച്ചില്ല, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടായിക്കോട്ടെ, പേഷ്യൻസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാം, ഏതെങ്കിലും സ്റ്റാഫുകളിൽ നിന്ന് വന്ന ബിഹേവിയറൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അങ്ങനെയുള്ള ഇഷ്യൂസ് പ്രോബ്ലംസ് പരിഹരിക്കേണ്ടത് സെറ്റിൽ ചെയ്യേണ്ടത് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെയാണോ? കൂടാതെ ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് അപ്പർ മാനേജ്മെന്റ് അല്ലെ, മുകളിലത്തെ ആ ഒരു മാനേജ്മെന്റിനെ വിവരം അറിയിക്കേണ്ടതും അവരെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എടുക്കട്ടെ. ഓക്കെ അല്ലേ? എടുക്കാം അല്ലേ? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് അല്ലെ. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദി നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഹോസ്പിറ്റൽ അല്ലെ. എന്താണ് നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ നഴ്സിംഗ് ആ ഒരു സെക്ഷനിലെ സെക്കൻഡ് കമാൻഡർ അല്ലെ, സെക്കൻഡ് കമാൻഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. He or she will be held responsible for management and supervision of nursing services of the different department of the hospital. ആളുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ മറ്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ മറ്റുള്ള അല്ലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ നഴ്സിംഗ് സർവീസുകൾ എന്താണ് നഴ്സിംഗിന്റെ സേവനങ്ങളുടെ മാനേജ്മെന്റും അവ പ്രവർത്തനങ്ങളുടെ സൂപ്പർവിഷൻ മേൽനോട്ടത്തിനുള്ള ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിനാണ്. ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദി നഴ്സിംഗ് ആക്ടിവിറ്റി he or she will helping the nursing director and act as director in the absence of the nursing director. എന്താണ് നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിനെ സഹായിക്കാൻ അല്ലെ. നഴ്സിംഗ് ആക്ടിവിറ്റി എല്ലാ ഏരിയാസിലെയും നമ്മൾ പറഞ്ഞു ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാ ഏരിയാസിലെയും നഴ്സിംഗ് ആക്ടിവിറ്റീസ് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കേണ്ടത് നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. കൂടാതെ നഴ്സിംഗ് ഡയറക്ടറുടെ ആബ്സെൻസിൽ അല്ലെ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താണ് നഴ്സിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെയാണോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. He or she will help the nursing director in his work അല്ലെ. എന്താണ് നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിനെ അവരുടെ വർക്കുകളിൽ സഹായിക്കുന്നു. ഹി ആവാം ഷീ ആവാം അല്ലെ, ആരാവാം ആണോ, മെയിലാവാം ഫീമെയിൽ ആവാം അല്ലെ. അപ്പൊ നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിനെ എന്താണ് നമ്മുടെ നഴ്സിംഗ്
സൂപ്പറിൻറ്റൻഡന്റ് അവരുടെ വർക്കുകളിൽ സഹായിക്കുന്നു. അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ് അല്ലെ. എന്താണ് നമ്മുടെ മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ വ്യത്യസ്ത ക്ലിനിക്കൽ മേഖലകളിലോ അതല്ലെങ്കിൽ യൂണിറ്റിലോ നഴ്സുമാരെ നിയമിക്കുന്നതിനുള്ള സമഗ്രമായ ഷെഡ്യൂളുകൾ അല്ലെ. നമുക്കറിയാം എന്താണ് ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ലേബർ റൂം അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെയൊക്കെ ഒരു നഴ്സിനെയാണോ നിയമിക്കുന്നത്? അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജോലി എടുക്കോ? ഇല്ല അല്ലെ. വ്യത്യസ്ത സ്റ്റാഫുകളെയാണ് അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നിയമിക്കുന്നത്. ആണോ? ആണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ വ്യത്യസ്ത ഏരിയാസില് അല്ലെങ്കിൽ വ്യത്യസ്ത യൂണിറ്റിലെ നഴ്സിംഗ് ജീവനക്കാരെ നിയമിക്കുന്നത് നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ആരൊക്കെ ആയിരിക്കണം ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വർക്കിന് കയറാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്? ആരൊക്കെ ആയിരിക്കണം എന്താണ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഡ്യൂട്ടിക്ക് നിൽക്കേണ്ടത്? അങ്ങനെ ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Check and confirm the duty roster of staff nurse prepared by nursing in charge. അതായത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജർ തയ്യാറാക്കിയിരിക്കുന്ന ഡ്യൂട്ടി റോസ്റ്റർ സ്റ്റാഫ് നഴ്സുമാരുടെ ഡ്യൂട്ടി റോസ്റ്റർ. ഡ്യൂട്ടി റോസ്റ്റർ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തുണ്ട്? ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഡേ ഉണ്ട്, നൈറ്റ് ഉണ്ട് അല്ലെ. ആണോ? ആണ്. അപ്പൊ ഈ രണ്ട് സമയത്തേക്കും രണ്ട് തരത്തിലുള്ള സ്റ്റാഫുകളെ ആയിരിക്കും നിയമിക്കുന്നത്. ഡേയും നൈറ്റും ഒരു സ്റ്റാഫുകൾ തന്നെയാണോ നിൽക്കുന്നത്? അല്ല അല്ലെ. ഡേയിൽ നിൽക്കുന്ന ആൾക്ക് നൈറ്റ് ഓഫ് ആയിരിക്കും അല്ലെ. നൈറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഡേ ഓഫ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഷെഡ്യൂളിങ് ഷിഫ്റ്റ് പ്ലാൻ ഷെഡ്യൂളുകൾ നമ്മുടെ ഇൻചാർജ് നഴ്സ് തയ്യാറാക്കിയത് പരിശോധിക്കുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ ആണോ? നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കിയിരിക്കുന്ന ആ ഡ്യൂട്ടി ടൈം അല്ലെ. ഷിഫ്റ്റ് ഡേ ആണോ നൈറ്റ് ആണോ? ആരൊക്കെയാണ് ഡേക്ക് നിർത്തിയിരിക്കുന്നത്? ആരൊക്കെയാണ് നൈറ്റിലേക്ക് ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അത് കൺഫേം ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ നഴ്സിംഗ് ഇൻചാർജ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലില് ആ ഒരു നഴ്സിംഗ് ഡ്യൂട്ടി അവേഴ്സിലെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ചിലപ്പോ ഒരു മാസം മുൻപ് തന്നെ അവർ ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും കേട്ടോ. അതിനുശേഷമാണ് അത് പ്രാവർത്തികമാക്കുന്നത്. ഓക്കെ. ആരൊക്കെ ആയിരിക്കണം ആ ഒരു മാസം നൈറ്റ് നിൽക്കേണ്ടത്, ഡേ നിൽക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യം. അപ്പൊ അത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജർ പരിശോധിക്കുകയും അത് കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദി നൈറ്റ് സൂപ്പർവൈസർ അല്ലെ. എന്താണ് നമ്മുടെ നൈറ്റ് സൂപ്പർവൈസറിൽ നിന്ന് ആ ഒരു നൈറ്റിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്വീകരിക്കേണ്ടതിനുള്ള ഉത്തരവാദിത്വം നമ്മുടെ നഴ്സിംഗ് ഇൻചാർജർ ആണ് അല്ലെ. ഓക്കെ. ആ ഒരു നൈറ്റിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ഏതൊക്കെ പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള ആ ഒരു റിപ്പോർട്ട് നമ്മുടെ നൈറ്റ് സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നഴ്സിംഗ് ഇൻചാർജർക്കാണ്. നെക്സ്റ്റ്, ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. എന്താണ് നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ മീറ്റിംഗുകൾ റെഗുലർ ആയിട്ട് സംഘടിപ്പിക്കേണ്ടത്, ഓർഗനൈസ് ചെയ്യേണ്ടത് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജർ ആണ്. നെക്സ്റ്റ് പറയുന്നത്, കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം അല്ലെ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് വർക്കിങ്ങിലുള്ള അല്ലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടെ അവിടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടതും നമ്മുടെ നഴ്സിംഗ് ഇൻചാർജർ ആണ്. ഓക്കെ ആണോ? സോറി, നഴ്സിംഗ് ഇൻചാർജ് അല്ല, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് കേട്ടോ. മിസ് പറഞ്ഞത് മാറിപ്പോയി. അവിടെ നഴ്സിംഗ് ഇൻചാർജ് വന്നപ്പോ മിസ് അങ്ങനെ പറഞ്ഞു. ഓക്കെ, സോറി കേട്ടോ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്, മാറിപ്പോയി മിസ് പറഞ്ഞപ്പോഴേ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദി വാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ഇൻചാർജ് അല്ലെ. എന്താണ്
നമ്മുടെ വാർഡിന്റെ ആ ഒരു നീറ്റ്നെസ് അല്ലെ, വൃത്തി, അത് സൂപ്പർവൈസ് ചെയ്യേണ്ടതും അതിനു വേണ്ടിയിട്ട് നമ്മുടെ നഴ്സിംഗ് ഇൻചാർജിനെ ഹെൽപ്പ് ചെയ്യേണ്ടതും സഹായിക്കേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദി വാർഡ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ നയങ്ങൾക്കും പോളിസികൾക്കൊക്കെ അനുയോജ്യമായിട്ട് നമ്മുടെ വാർഡിലെ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് എന്താണ് നഴ്സിംഗ് പരിചരണ പ്രവർത്തനങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതും ആ ഒരു നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസിന് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടതും നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും ഉറങ്ങുകയാണ് വരുന്ന ഒരനക്കില്ലല്ലോ, ഫസ്റ്റത്തെ ആ ഒരു ഇതില്ലല്ലോ അല്ല. തട്ടി വിളിക്കണോ ഞാൻ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയൊന്ന് ഇതായിക്കോട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് മിസ്സിന് ഈ സെക്ഷൻ മിസ്സിന് ഒരു ക്ലാസ് വേണ്ടി വരില്ല. അപ്പൊ മിസ്സിന് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസറും നഴ്സിംഗ് ഇൻചാർജ് ഒക്കെ പെട്ടെന്ന് പോകും കേട്ടോ. അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സ്. എന്താണ് നമുക്കറിയാം അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു സ്റ്റാഫ് തന്നെയാണോ, ഒരേ സ്റ്റാഫുകൾ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല അല്ലെ. നമ്മുടെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാഫുകളായിരിക്കും, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വേറെ ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാസ്റ്റർ റൊട്ടേഷൻ നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ വിവിധ യൂണിറ്റിലോ അല്ലെങ്കിൽ വിവിധ ഏരിയാസിലൊക്കെയുള്ള നഴ്സിംഗ് എന്താണ് ആ ഒരു പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നഴ്സുമാരെ നിയമിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിനാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? ആയോ? കേട്ടോ? മിസ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഫെമിലിയർ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങള് ചാപ്റ്റർ അറിയാവുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. കുറെ കാര്യങ്ങള് ഇൻഫെക്ഷൻ ട്രാൻസ്മിഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്റർ എങ്ങനെയുണ്ട്? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെ. അത് മിസ് സ്ലോ ആക്കിയത് കേട്ടോ. അതാണ് ഈ ചാപ്റ്റർ മിസ് ഒന്ന് സ്ലോ ആക്കിയത്. ഓക്കെ, ക്ലിയർ ആണോ മക്കൾ? ഇന്ന് എടുത്തത് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഹൈറാർക്കി ഒക്കെ നോക്കാം കേട്ടോ. ഹൈറാർക്കിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. നഴ്സിംഗ് എന്താണ് നഴ്സിംഗ് ഡയറക്ടർ ഇല്ലാത്ത സാഹചര്യത്തിൽ ആരാണ് ആ ഒരു നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നത്? അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ഇനിയത്തെ അടുത്ത സെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിയില്ല. നഴ്സിംഗ് സൂപ്പർവൈസർ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Okay, thank you all.